Hello all, welcome to Exam Learning. അപ്പോൾ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ 2026 ഈ വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള എക്സാമിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് സെന്റർ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സെന്റർ ത്രൂ രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ ഓൺലൈൻ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആ ഒരു പോർട്ടൽ ഇപ്പം ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ IAPT.org.I എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് കയറേണ്ടത്. ഇനി സെന്ററിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെന്റർ രജിസ്ട്രേഷൻ മാത്രമാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെന്റർ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റുഡൻസിനും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ അതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ മാനേജ് എക്സാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഓഗസ്റ്റ് 1 മുതൽ 20 വരെയാണ് സെന്ററിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. അപ്പം ഇതെന്ത് ചെയ്യാം, നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എക്സാം സെന്റർ ഇൻചാർജ് ആണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടതൊക്കെ സെന്റർ ഇൻചാർജ് ആണ്. ആൻഡ് ഓൾസോ സ്റ്റുഡന്റ് എൻറോൾമെന്റ് ബൈ സെന്റർ ഇൻചാർജ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിനും സെന്ററിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള വിൻഡോ ആണ് ഇത്. സെന്റർ ഇൻചാർജിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ 21st ആയിരിക്കും നമുക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അല്ലെങ്കിൽ സെന്റർ എങ്ങനെയാ രജിസ്റ്റർ ചെയ്യാന്നുള്ളതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. സോ സെന്റർ എങ്ങനെയാ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത് സെന്റർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു ഡോക്യുമെന്റ്. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന പാർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. മുകളിൽ നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് കാണാൻ പറ്റും. ആ ഡൗൺലോഡ്സിൽ നമുക്ക് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, NSE കുറിച്ചുള്ള, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ വർഷം സെന്റർ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള അതിന്റെ ഫോം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ സെന്റർ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് എൻറോൾ ചെയ്യാനുള്ള അവരുടെ ആ ഒരു പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ അവർ എടുക്കേണ്ട അല്ലെങ്കിൽ അവർ ഫില്ല് ചെയ്യേണ്ട ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുക്കാനുള്ള 2 ടൈപ്പ് ഫോമുകൾ കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ സീനിയർ സയൻസ് അല്ലെങ്കിൽ NSEP, NSEC, NSEB, NSEA അങ്ങനെയുള്ള എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് ഈ ഒരു ഫോം. ഇനി NSE-JS അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോമാണ് ഇത്. സോ ഇതെന്താണ്, തീർച്ചയായിട്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആൻഡ് ഓൾസോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് കൃത്യമായിട്ട് നമ്മൾ സെന്റർ ഇൻചാർജ് അല്ലെങ്കിൽ സെന്റർ രജിസ്റ്റർ ചെയ്യുന്ന ആള് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. അവിടുത്തെ പ്രിൻസിപ്പളിന്റെയും നിങ്ങൾ സ്കൂളിൽ ഏതാണോ സെന്റർ ഉള്ളത് അതിന്റെ ഇൻചാർജ് എന്ത് ചെയ്യണം, പ്രിൻസിപ്പളിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള ഡീറ്റെയിൽസും എത്രത്തോളം സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് IAPTക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാനേജ് എക്സാമിൽ ഈ ഒരു പോർട്ടൽ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ കാണാൻ പറ്റും രജിസ്റ്റർ എന്ന് പറയുന്ന വിൻഡോ കാണാൻ പറ്റും. ഈ രജിസ്റ്റർ വിൻഡോയിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു സെന്റർ രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൽ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സെന്റർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സെന്റർ ആക്ടിവേഷൻ എങ്ങനെയാണ്, സെന്റർ ലോഗിൻ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, സോ നമുക്ക് ഒന്ന് പോയി നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സോ നമ്മൾ നോക്കുന്ന സമയത്ത് സെന്റർ രജിസ്ട്രേഷന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ IAPTയുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറണം. എന്നിട്ട് രജിസ്റ്റർ എന്ന് ചോദിക്കും. അപ്പോൾ രജിസ്റ്റർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബുക്ക്ലെറ്റ് ഈ ബ്രൗഷറൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കി കൃത്യമായിട്ട് ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ആ പ്രൊസീഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം നമ്മൾ NSE നമ്മുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ സെന്റർ എന്ത് ചെയ്യണം, അത് എക്സിസ്റ്റിംഗ് സെന്റർ ആയിട്ടും ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സെന്റർ ആണെങ്കിൽ ന്യൂ സെന്റർ എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ന്യൂ സെന്റർ കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് രജിസ്റ്റേർഡ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം,
നമുക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് സെന്റർ ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെന്റർ ലിസ്റ്റ് ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. അവിടെ ഏതൊക്കെ സെന്റേഴ്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു സെന്ററിനെ കൊടുക്കാൻ പറ്റും. ഇനി ന്യൂ സെന്റർ ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂ സെന്ററിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഏതൊക്കെ ടൈപ്പ് ആണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ, കേന്ദ്ര വിദ്യാലയമാണോ അല്ലെങ്കിൽ നമ്മളുടെ ജവഹർ നവോദയ വിദ്യാലയമാണോ, JNVകളാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതർ സ്കൂളുകളാണോ, സ്റ്റേറ്റ് ബോർഡ്സിലോ അല്ലെങ്കിൽ CBSE ബോർഡ്സിലുള്ള അതർ സ്കൂളുകളാണോ എന്ന് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ചോദിക്കും. ആൻഡ് ഓൾസോ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ്, അതായത് പ്രിൻസിപ്പൾ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഓത്ത് ഫ്രം ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, അതിന്റെ ഓത്ത് കാര്യങ്ങളൊക്കെ, നമ്മൾ ഓത്ത് എന്ന് പറയുന്നത് കൺഫർമേഷൻ ആണ്, അത് നമുക്ക് അവിടെ ഡ്രോപ്പ് ഡൗണിൽ ഒരു ടിക്ക് ചെയ്ത് കൊടുക്കാനാണ് ആവശ്യമുള്ളത്. ആൻഡ് എഗ്രി എന്ന് പറയുന്ന ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ അഫിലിയേറ്റഡ് കോളേജ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ടൈപ്പ് ഏതാണ്, CBSE ആണോ സ്റ്റേറ്റ് ബോർഡ്സ് ആണോ ഏതാണെന്നുള്ളത് കൊടുക്കുക. ആൻഡ് UDISE കോഡ്, ഓരോ സ്കൂളിലും ഓരോ കോഡ് ഉണ്ടാവും, അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ആ നെയിം, ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതിന്റെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണം. ലാൻഡ് മാർക്ക്, അതിന്റെ തൊട്ടടുത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണെന്ന് കൊടുക്കണം. പോസ്റ്റ് ഓഫീസ്, പിൻ കോഡ്, അതുപോലെ തന്നെ സിറ്റി ഏതാണ്, സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൊടുക്കണം. അതിനുശേഷം ഗൂഗിൾ ലൊക്കേഷൻ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ എങ്ങനെയാ സെലക്ട് ചെയ്യാന്നായിരിക്കും പലർക്കും ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്സിൽ കയറുക, എന്നിട്ട് സ്കൂളിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം നമ്മൾ നോക്കാം, എവിടെയാണോ. ഇതിപ്പം HBCSEയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ അഡ്രസ് ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ള. അവിടെ സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ലൊക്കേഷൻ ലിങ്ക് എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടി വരിക, നമ്മുടെ സ്കൂളിന്റെ ഇത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെന്റർ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് നമ്മൾ പ്രിൻസിപ്പളിന്റെയും അതുപോലെ തന്നെ പ്രിൻസിപ്പളിന്റെ മൊബൈൽ നമ്പർ ആൻഡ് പ്രിൻസിപ്പളിന്റെ നെയിം ആൻഡ് ദെൻ അദ്ദേഹത്തിന്റെ ഒരു ആരാണോ ഉള്ളത് അവരുടെ എന്ത് ചെയ്യാം, ഇമെയിൽ അഡ്രസ്സും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കേണ്ടത് നമ്മളെ സെന്റർ ഇൻചാർജിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം അതിന് മുമ്പ് എന്ത് ചെയ്യണം, പ്രിൻസിപ്പളിന്റെ നമ്പറിലേക്ക് OTP, ഇമെയിലിലേക്കും OTP വന്നിട്ടുണ്ടാവും. OTP കൃത്യമായിട്ട് കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്ത് ചെയ്യാം, നമ്മൾ യെസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അടുത്തതാണ് സെന്റർ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇൻചാർജ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻചാർജ് കാര്യങ്ങൾ, വില്ലിങ്നെസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇൻചാർജ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ കൊടുക്കേണ്ടത് ഇനി സെന്റർ അക്സെപ്റ്റൻസ് കപ്പാസിറ്റി, എത്രത്തോളം കുട്ടികളെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാമിന് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, വില്ലിങ്നെസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൽ എത്ര നമ്പർ ആണെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതിനുശേഷം അവിടെ സെക്യൂരിറ്റി ഏരിയ, ഡസ് യുവർ കം അണ്ടർ ഹൈലി സെക്യൂരിറ്റി ഏരിയ, ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആണോ, പിന്നെ അതുപോലെ തന്നെ അലോ സ്റ്റുഡൻസ് ടു അതർ സ്കൂൾ ടു ഇയർ സെന്റർ, നമ്മുടെ സെന്റർ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലല്ലാത്ത ബാക്കിയുള്ള സ്റ്റുഡൻസിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം അവിടെ ചോദിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഒരു സെന്റർ അക്സെപ്റ്റൻസ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഓൾസോ ഡസ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് CCTV ഫെസിലിറ്റി ഇൻ ക്ലാസ് റൂംസ്, അതായത് ക്ലാസ് റൂംസിൽ CCTV ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും നിങ്ങളോട് ചോദിക്കും. അതില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇത് നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കൂളിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇൻചാർജ് പ്രിൻസിപ്പലിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ പ്രിൻസിപ്പലിന്റെ ഇങ്ങനെയാണ് ചെയ്തത്, അതേപോലെ തന്നെ നമ്മൾ ഇൻചാർജും എന്ത് ചെയ്യണം. അതിനുശേഷമാണ് സെന്റർ അക്സെപ്റ്റൻസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അതിനുശേഷം സ്കൂളിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം. ഇതിലേക്കായിരിക്കും നമ്മൾ സ്കൂളിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എമൗണ്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഓരോ സ്റ്റുഡൻസിനും അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അതിന് വേണ്ടി എന്ത് ചെയ്യാം, സ്കൂളിന് അവർ കുറച്ച് എമൗണ്ട് തരുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത്. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ഒരു കാര്യങ്ങൾ 18ാമത്തെ പേജിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷനിൽ 18ാമത്തെ പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഫ്രം ഏരിയയിൽ എന്താ കൊടുക്കേണ്ടത് അതിന്റെ ഒരു സാമ്പിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു
ഈ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ സീലും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇതാണ് അപ്ലോഡ്സിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് ആധാർ കാർഡ് ഇമേജ് ഓഫ് ദ സെന്റർ ഇൻചാർജ് ഓർ പ്രിൻസിപ്പൽ, ഈ പ്രിൻസിപ്പലിന്റെയോ സെന്റർ ഇൻചാർജിന്റെയോ ആധാർ കാർഡിന്റെ ഇമേജ് കൂടി നമ്മൾ കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരു ക്യാൻസൽഡ് ചെക്ക് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻസൽഡ് ചെക്കിന്റെ ഇമേജ് കൂടി നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുശേഷം ഒരു 1 to 2 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നിങ്ങൾ സെന്റർ അപ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെന്റർ ആക്ടിവേഷൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെന്റർ ആക്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് അപ്പം തന്നെ അവൈലബിൾ ആയിരിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾ സ്കൂളിലെ കുട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതും അത് ത്രൂ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സെന്റർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സെന്റർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമ്മളത് ഒഫീഷ്യലി NSEയുടെ സെന്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ സെന്റർ ഡൗൺലോഡ്, ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ്, സെന്ററുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ സെന്റർ രജിസ്ട്രേഷൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്, സെന്റർ രജിസ്ട്രേഷൻ ഫോം അവിടെ അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ആ സ്കൂളില് സെന്റർ ഓൾറെഡി ഉള്ള സെന്ററുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റും. ആ സെന്റർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നിങ്ങൾക്ക് ചെയ്യുക. സെന്റർ ഇൻചാർജിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ലോഗിൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സെന്റർ ഇൻചാർജ് അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ ഒരു 2 ഫോമുകൾ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സീനിയറും ഉണ്ട്, അതുപോലെ തന്നെ ജൂനിയറും ഉണ്ട്. സീനിയറിന്റെയും ജൂനിയറിന്റെയും ഡൗൺലോഡ് ചെയ്ത് ഏതാണോ നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് അതെന്ത് ചെയ്യാം, നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പം എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സീനിയർ സയൻസ് ആണോ എഴുതേണ്ടത് അല്ലെങ്കിൽ ജൂനിയർ സയൻസ് ആണോ നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻഡായിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, സെന്റർ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സ്കൂള് ഇതുവരെ സെന്റർ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സ്കൂളിലെ ഇൻചാർജിനോട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ സെന്റർ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ പറയാം. നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1 വീക്കാണ് നമ്മൾ മുന്നിലുള്ള ടൈം. സോ ഈ ഒരു ടൈം അല്ലെങ്കിൽ നിയർ ടു 6 days ഒക്കെ ആണ് നമ്മൾ മുന്നിലുള്ളത്. സോ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറയാം. ആൻഡ് ആഫ്റ്റർ 21st നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റേഴ്സിൽ ത്രൂ ആയിരിക്കും, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓൺലൈൻ ത്രൂ ആയിരിക്കും നമ്മളെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ, സ്റ്റുഡന്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കൂള് ഇതുവരെ ഒരു സെന്റർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു 60+ above സ്റ്റുഡൻസ് ഒക്കെ ഓരോ എക്സാമിനും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഒരു സെന്റർ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങളെ പാരന്റ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിനും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റുള്ള സ്കൂളുകൾക്കും കൂടി എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള എക്സാംസ് നടക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒളിമ്പിയാഡ്സ്, അതായത് സയൻസിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു എക്സാം ആണ് ഈ ഒരു NSE നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പിയാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കുട്ടികൾക്ക് ഒരിക്കലും മിസ് ഔട്ട് ആവരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സ്കൂൾ ഒരു സെന്റർ ആക്കി മാറ്റുക. ഒരുപാട് സ്റ്റുഡൻസ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് IAPTയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് IAPTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. എന്നാണ് എക്സാം വരുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ പിൻഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഒരു സെന്റർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഒരു സെന്റർ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു ആൾ.